ഹലോ ഹലോ ഹലോ. ആ സാൻജോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണോ? അതെ. ആ സിസ്റ്ററിന്റെ പേരെങ്ങനെയാ? സിസ്റ്റർ മരിയ. യെസ് സിസ്റ്ററെ, ഞാൻ കാസ എന്ന സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. എൻ്റെ പേര് നിഷാന്ത്. ഉം. ഈ നിങ്ങളുടെ PR ആണോ ജെറാൾഡ്? അതെ. നമ്മുടെ എറണാകുളം പാസ്റ്റർ കൗൺസിലിൽ ഉള്ള? അതെ. സിസ്റ്റർ, നിങ്ങൾ FCC സഭാംഗമല്ലേ? അതെ. നിങ്ങൾ മാർപ്പാപ്പയുടെ ഉത്തരവുകളെയും പൗരസ്ത്യ തിരുസംഘത്തെയും സഭയുടെ അധികാരിയെയും പിതാവിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയൂ. അല്ല, ഞാൻ ചോദിച്ചത്, ഞാനൊരു ക്രിസ്തീയ വിശ്വാസി ആയതുകൊണ്ടും കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയൊരു അവകാശം ഉണ്ടല്ലോ. അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കാരണം നിങ്ങളൊക്കെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അത് നമ്മുടെയും കൂടി സ്ഥാപനം എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ അവിടെ വരുന്നതും പോകുന്നതും ഒക്കെ. സംസാരിക്കുന്ന ആരാ? നിഷാന്ത്. എന്റെ പേര് നിഷാന്ത്. നമ്മുടെ സഭയുടെ തലവനെയൊക്കെ പച്ചയ്ക്ക് റോട്ടിലിട്ട് കത്തിക്കുന്നവരുടെ കൂടെയാണോ നമ്മളും വസിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് വിചാരിച്ചാൽ അവിടെ വരുന്നതും നിങ്ങളെയൊക്കെ നമ്മൾ മനസ്സും കൊണ്ടും അല്ലെങ്കിൽ ഒരു വാക്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് ഇത്രയും ഇകഴത്തിലുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ PR ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മോശക്കേട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അനുസരണം എന്താണെന്ന് സിസ്റ്റർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളത് ഒരു വ്രതമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിസ്റ്റർക്ക് എന്താണ് അനുസരണം എന്ന് അറിയാമല്ലോ. പൗരസ്ത്യ തിരുസംഘത്തിന്റെ മേധാവി, പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റായ സാന്ദ്രയുടെ രൂപം കത്തിക്കുക എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയെ പച്ചയ്ക്ക് കത്തിക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയാനാണ്. നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് അത് ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആള് പോകുന്നു. ഇവിടുത്തെ ജോലി ചെയ്യുമ്പോൾ അയാൾ ഇവിടുത്തെ ജോലി ചെയ്യുന്നു. പക്ഷെ ഞാൻ ചോദിച്ചത് ഓക്കെ നിങ്ങളൊരു സഭയുടെ ഒരു പേരിലുള്ള സ്ഥാപനം നടത്തുമ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗമായ ഒരു കോൺഗ്രിഗേഷൻ അവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന ആള് കാത്തലിക് ചർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് കയറി പണിയുന്നതെങ്കിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിനെതിരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഏത് നിങ്ങളുടെ ലൈബിലിറ്റി എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യയ ശാസ്ത്രം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മള് ചുമ്മാ ഒരു സ്ഥാപനം അല്ലല്ലോ സിസ്റ്ററെ. ഇറ്റ്സ് നോട്ട് എ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആക്ച്വലി യു ആർ നോട്ട് സിംപ്ലി ഇൻകോർപ്പറേറ്റഡ് ലൈക്ക് സംതിങ് എൽസ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം, നിങ്ങളുടെ ഓരോ ജോലിയിലും ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് കർത്താവിന്റെ ആത്മാവിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കാനാണല്ലോ നമ്മൾ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ കർത്താവിനുള്ളവർ കർത്താവിന്റെ ആത്മാവ് ഉള്ളവരാണെന്നും ആ ആത്മാവ് അനുസരണയുടെ ആത്മാവാണെന്നും നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുമ്പോൾ, നിങ്ങൾ പീഡനം സഹിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ സൈഡിലും അൽമായരായ ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സമയമെല്ലാം ചെലവഴിക്കുകയും അല്ലെങ്കിൽ വർത്തമാനം പറയുകയും ഓരോ പോസ്റ്റും ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഭാഗമാണോ, കത്തോലിക്ക സഭയിൽ നിങ്ങൾ അംഗമാണോ, മാർപ്പാപ്പയെ അനുസരിക്കുന്നുണ്ടോ, ആ ഒരു ഐക്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ, ആർ യു ദെയർ ഇൻ ദ സെയിം കമ്മ്യൂണിയൻ എന്നൊക്കെ അറിയുമ്പോൾ നിങ്ങൾ അതേ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ജോലിക്ക് നിർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് സിസ്റ്റർ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ സുഡാപ്പികളെക്കാളും ഇവിടെ നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു ക്രിസ്ത്യാനിയെ പോലും ഉണ്ടാകരുത്, അമുസ്ലിങ്ങളായവരും മരിച്ചു പോകണം, പിഴച്ചു പോകണമെന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ കൂടെ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവരുടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു AMT എന്ന് പറഞ്ഞ ഒരു ശീഷ്മ സംഘടന, ശീഷ്മയാണത്. ആ സംഘടനയുടെ വക്താവായിട്ട് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ എന്ത് അർത്ഥത്തിൽ അവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നു സിസ്റ്റർ? ഞങ്ങളൊക്കെ അവിടെ വന്നിട്ട് എങ്ങനെ അവിടുത്തെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന അവിടെ നോക്കിയിട്ട് ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് എങ്ങനെ പറയും? എന്ത് സിസ്റ്റർ, ശരിയാണോ? ഇത് നമ്മുടെ പ്രസ്ഥാനം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു, ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അങ്ങനെയല്ലേ സിസ്റ്റർ. നമുക്ക് ക്രിസ്തീയ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇല്ലേ? അതുണ്ട്. ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്രിസ്തീയ മൂല്യങ്ങൾ എന്താ? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന മൂല്യങ്ങളല്ലേ? അല്ലാത്തൊരു മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടോ?
എല്ലാവർക്കും ഒരേ മൂല്യങ്ങളാണല്ലോ, ക്രിസ്തീയ മൂല്യങ്ങളുള്ളത്. അതെ 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 അത് ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാത്തലിക് ചർച്ചിന്റെ പഠനമാണല്ലോ നിങ്ങളുടെ പഠനം, ഉം. അല്ലേ? ലോക കത്തോലിക്ക സഭ, ആഗോള കത്തോലിക്ക സഭയുടെ പഠനമല്ലേ നമ്മുടെ പഠനം? ഉം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലുത് എന്താ? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളതാ. നിങ്ങളും നിങ്ങളുടെ മേധാവിയെ അനുസരിക്കുന്നു, ഞങ്ങളും ഞങ്ങളുടെ അനുസരണം എന്നത് അൽമായരായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള അനുസരണം ഞങ്ങളും ഞങ്ങളുടെ വികാരിച്ചതിനൊക്കെ അനുസരിച്ച് തന്നെ പോകുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കണമെന്ന കുട്ടികളോട് പറയണേ. ഞങ്ങളുടെ വികാരിച്ച് ഞങ്ങളോട് പറയണ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാനോ ഒരു മടിയുണ്ട്. കാരണം ചെയ്യാതിരിക്കാൻ പറഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങൾക്കൊരു മനസ്സുണ്ട്. കാരണം ഞങ്ങൾ ആ അനുസരണം കീപ്പപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ സഭയെ ഇങ്ങനെ എതിർക്കുന്ന, സഭയെ നടുറോഡില് പിതാക്കന്മാര് നടുറോഡിൽ വലിച്ചടച്ച് നഗ്നരാക്കി കാണിക്കുന്ന, സഭയെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു വ്യക്തിയെ എന്ത് ക്രിസ്തീയ മൂല്യത്തിന്റെ പേരിലാണ് നിങ്ങൾ അവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്? ആ വ്യക്തിയെ അവിടെ ജോലിക്ക് നിർത്തിയതുകൊണ്ട് നിങ്ങൾ എന്ത് ക്രിസ്തീയ മൂല്യമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്? നാളെ നിങ്ങളും മറ്റേ ആലഞ്ചേരി പിതാവിന്റെ രൂപം കത്തിക്കുന്നതാണോ, അല്ലെങ്കിൽ കോലം കത്തിക്കുന്നതാണോ? നിങ്ങളും മാർപ്പാപ്പയുടെ ഒരു കോലം കത്തിക്കുന്നതാണോ നിങ്ങൾ കാണിക്കുന്നത്? അതാണോ ക്രിസ്തീയ മൂല്യം? ഞങ്ങൾ നാളെ സാൻജോയുടെ കോമ്പൗണ്ടിലും ഇങ്ങനെ രൂപങ്ങൾ കത്തണ കാണേണ്ടവരില്ലേ? സിസ്റ്റർ ദയവായിട്ട് ചിന്തിക്കണം. ഞങ്ങൾ അൽമായരാണ്, തികഞ്ഞ ബഹുമാനത്തോടു കൂടിയാണ് സിസ്റ്ററോട് സംസാരിക്കുന്നത്. ഷീ ഈസ് എ ഇൻകോമ്പിറ്റന്റ് പേഴ്സൺ ഫോർ ദ ജോബ്. He should clear himself, he should clarify his stand and he should obey the church. സഭയില് നമുക്ക് വ്യക്തിപരമായ ആശയങ്ങളുണ്ടെങ്കിൽ അത് പ്രകടമാക്കാനുള്ള വേദികളുണ്ട്. അല്ലാതെ സഭയെ നാണം കെടുത്തുന്ന, നഗ്നമാക്കുന്ന, വലിച്ചിഴയ്ക്കുന്ന ആ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരാളെ നിങ്ങൾ അവിടെ നിർത്തുമ്പോൾ അത് നാളെ നിങ്ങൾക്ക് തന്നെയാണ് വിനയാവുന്നത്. സിസ്റ്റർ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു. ഈശ്വമിശിഹായി ശരിയായിരിക്കട്ടെ.